ഈ നിയമത്തിന്റെ വയലേഷൻ ഉണ്ടെങ്കിൽ നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്. 10 വർഷം വരെ അകത്ത് പോകേണ്ട കേസാണിത്. ആ കേസിൽ ഇവരിൽ നിന്ന് ഇവർക്ക് എന്തെങ്കിലും സെറ്റിൽമെന്റ് കൊടുത്തു, ഇപ്പൊ സാമ്പത്തിക സഹായം ചെയ്തിട്ട് ആ കേസ് പിൻവലിച്ചെങ്കിൽ പോലും അതും ഒഫൻസ് ആണ്. കാരണം ഇവിടെ വിക്ടിം എന്ന് പറയുന്നത് ആ ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരന് വേണ്ടിയിട്ട് ഒരാൾക്കും ആ കേസ് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. ആ ചെറുപ്പക്കാരന് വേണ്ടി സ്റ്റേറ്റ് ആണ് കേസ് എടുത്തിരിക്കുന്നത്. സ്റ്റേറ്റ് എങ്ങനെ കേസ് പിൻവലിക്കാൻ പറ്റും? പരാതി കൊടുക്കാൻ സിവിൽ കേസ് എന്നല്ല, ക്രിമിനൽ ഒഫൻസ് ആണ്. അതെങ്ങനെയാണ് ഇവർക്ക് പിൻവലിക്കാൻ പറ്റുക? അത് എഫ്ഐആർ നമ്പർ തരും, ഞാൻ ആ കേസ് പഠിക്കാം, ആ ഡീറ്റെയിൽസ് എനിക്ക് തരൂ. 20 ഇരട്ടി തുക ഇപ്പൊ ചിലവായിട്ടുണ്ട്. 1.5 കോടിയിലധികം തുക എനിക്ക് അവന്റെ ട്രീറ്റ്മെന്റ്. ഞാൻ ചോദിക്കുന്നത് ഇവര് അവയവം ദാനം ചെയ്യാൻ ചെന്നവരാണ്. ഇവരെന്തിനാണ് പൈസ ചെലവാക്കുന്നത്? ഞാൻ എന്റെ അവയവം ദാനം ചെയ്യാൻ ഒരാൾക്ക് സഹായം ചെയ്യാൻ ചെന്നിട്ട് ഞാൻ എന്റെ കയ്യിൽ നിന്ന് പൈസയും ചെലവാക്കണോ? ആരാണ് ആ പൈസ ചെലവാക്കേണ്ട ആള്? ഒന്നുകിൽ സർക്കാർ സംവിധാനങ്ങളാണോ പൈസ ചെലവാക്കേണ്ടത്, അല്ലെങ്കിൽ റെസിപ്പിയന്റ് ആരാണോ അവരല്ലേ ചെലവാക്കേണ്ടത്? ഞാൻ എന്റെ അവയവം കൊടുത്തിട്ട് ഞാൻ പൈസ 10-25 ലക്ഷം രൂപ ഞാനും കൊടുക്കണോ? എന്ത് തെമ്മാടിത്താണ് ആശുപത്രി ചെയ്തിരിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ശരിക്കും ഇത് പൊതുസമൂഹത്തിന് മുമ്പിൽ വലിയ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. എന്താണ് ഈ സംഭവത്തിൽ നടന്നിരിക്കുന്നത് എന്നുള്ളത്. കാരണം 25 ലക്ഷം രൂപ ഇവർ മുടക്കും ചെയ്തു. ഇവർ ഇപ്പോഴും കടത്തിൽ നടന്നുകൊണ്ടിരിക്കുക, കേസുമില്ല, ഒന്നുമില്ല. എനിക്ക് മനസ്സിലാവില്ല എന്തൊക്കെയാണ് നടന്നിരിക്കുന്നത് എന്നുള്ളത്.